ഒരു വടക്കൻ വീരഗാഥ എന്ന മലയാള സിനിമയുടെ ഹീറോയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ ഓഡീഷനിൽ നിന്നും അതിൽ കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഡയലോഗ് പറഞ്ഞു കൊടുക്കാനായിട്ട് നെടുമുടി വേണു സാർ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് 16 പൊൻപണം നൽകിയവൻ ചന്തു. മാറ്റച്ചുരുക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളർച്ചയുടെ മയങ്ങി കിടന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ കൂടുതലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. വേറെ എന്തൊക്കെ കൊടുംചതികൾ പാടി നടക്കുന്നുണ്ട് നാട്ടിൽ. മടങ്ങിപ്പോകിൻ മക്കളെ, ഈ ചതിയും ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. എന്റെ തല വെട്ടി നിന്റെ അമ്മയുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കണം, എന്നിട്ട് പറയണം ഇതാണ് അമ്മ ചതിയും ചന്തുവിന്റെ തല എന്ന്. ഓക്കെ, നിങ്ങളെല്ലാവരും ഡയലോഗ് കേട്ടല്ലോ. ആദ്യമായി ഡയലോഗ് പറയാനായിട്ട് നസീർ സാറിനെ വിളിക്കുകയാണ്. നസീർ സാർ, ഇരുമ്പാടി തട്ടി ആ മുളയാണി വെച്ച് ആ പൊൻകാരം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് 16 പൊൻപണം നൽകിയവൻ ചന്തു. ആ മാറ്റച്ചുരുക ചോദിച്ചപ്പോഴൊക്കെ ആ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ആ ചന്തു. മടിയിൽ അങ്കത്തളർച്ചയുടെ മയങ്ങിക്കിടന്ന വീരന്റെ വയറ്റിൽ ആ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി ആ മാറ്റാൻ കൂട്ടത്തിലേക്ക് ആ ചന്തു. വേറെ എന്തൊക്കെ കൊടുംചതികൾ പാടി നടക്കുന്ന നിങ്ങളുടെ നാട്ടിൽ. മടങ്ങിപ്പോകിൻ മക്കളെ, മടങ്ങിപ്പോകും. ഈ ചതിയും ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. എനിക്ക് പിറക്കാതെ പോയ ആ മകനാണല്ലോ ആ ഉണ്ണി നീ. ഓക്കെ, ഡയലോഗ് കേട്ടു. പുറത്തുപോയി വെയിറ്റ് ചെയ്യൂ. അടുത്തത് ആരാണ്? വരൂ. അടുത്തായിട്ട് അവിടെ മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുക്രിയാണ്. അദ്ദേഹം സിനിമ അഭിനയിക്കാനായിട്ട് ഒരുപാട് കാലമായി നടക്കുന്നു, പക്ഷേ ആൾക്ക് ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ വടക്കൻ വീരഗാഥയിലെ ഹീറോ ആവാൻ ആൾ ശ്രമിച്ചു, അതിനു വേണ്ടി ഓഡീഷനിൽ വന്നു. അപ്പോൾ ആൾ ഒരു ഡയലോഗ് പറയുകയാണ്. എന്താന്നൊരു ഉണക്കമീൻ്റെ നാട്ടിന്ന് അതിലൂടെ മധു സാർ അടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഡയലോഗ് പറയാ. ഹലോ, എന്തൊരു വലിയ ഡയലോഗ്. ഹലോ, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് 16 പൊൻപണം നൽകിയവൻ ചന്തു. മാറ്റച്ചുരുക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളർച്ചയോടെ മയങ്ങിടുന്ന വീരന്റെ വയറ്റിൽ 10 മാരി കുത്തികയറ്റി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ട സേത്താനാണു ചന്തു. ഹലോ, എന്തൊരു വലിയ ഡയലോഗ്. എന്നെ കൊണ്ട് പറയാൻ പറ്റും തോന്നുന്നില്ല. മടങ്ങിപ്പോകിൻ മക്കളെ, ഈ ചതിയും ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. എനിക്ക് പിറക്കാതെ പോയ അള്ളോ മകനാണല്ലോ നീ ഉണ്ണി നബി. ഓക്കെ, ഡയലോഗ് കേട്ടു. അവിടെ പുറത്തു പോയിരിക്കൂ, വെയിറ്റ് ചെയ്യൂ. അടുത്ത ആളാരാണ്? വരൂ. ഞാൻ വരുന്നു. നിങ്ങളെപ്പോൾ വിളിക്കാം, അവിടെ നിൽക്കാം. അടുത്തായിട്ട് സഹനടനായിട്ട് അഭിനയിച്ച ഒരു സഹനടൻ. ഇരുമ്പാണി വെച്ച് മുളയാണി തട്ടി കൊല്ലന് 16 പൊൻപണം നൽകിയവൻ ചന്തു. മാറ്റച്ചുരുക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളർച്ചയുടെ മയങ്ങിക്കിടന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻകൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. വേറെ എന്തൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് പാണാർ നിങ്ങളുടെ നാട്ടിൽ.
മടങ്ങിപ്പോകിൻ മക്കളെ. ഈ ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. മടങ്ങിപ്പോകിൻ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി നീ. ശരി, ഡയലോഗ് കേട്ടു. പുറത്തു പോയിരിക്കൂ. അടുത്ത ആൾ വരൂ. അപ്പോൾ ഒരാൾ വന്നു നിന്നു. അദ്ദേഹം ഡയലോഗ് പറയുകയാണ്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം നൽകിയവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചയുടെ മയം കിടന്ന വീരൻ്റെ വയറ്റിൽ കുത്തുവിളക്കിൻ്റെ തണ്ടു താഴ്ത്തി മാറ്റാൻകൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. വേറെ എന്തൊക്കെ കൊടുംചതികൾ പാടി നടക്കുന്നുണ്ട് പാണാറ് നിങ്ങളുടെ നാട്ടിൽ. മടങ്ങിപ്പോകിൻ മക്കളെ, മടങ്ങിപ്പോകിൻ. ഈ ചതിവൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ഭൂമി മലയാളത്തിൽ ജനിച്ചവരായ ആരുമില്ല. ഈ ചതിവൻ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. മടങ്ങിപ്പോകിൻ മക്കളെ. എൻ്റെ തല വെട്ടിയെടുത്ത് നിൻ്റെ അമ്മയുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് പറയണം, ഇതാണമ്മേ ചതിയൻ ചന്തുവിൻ്റെ തല എന്ന്. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി നീ. ശരി, ഓക്കെ, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. നീ അപ്പുറത്ത് പോയിരിക്കൂ. അടുത്തായിട്ട് വളരെ അഭിനയ മോഹവുമായി നടന്ന ഒരു പള്ളിയിലെ വികാരി അച്ഛനാണ്. അദ്ദേഹം സുവിശേഷ പ്രസംഗമായി നടക്കുന്ന ഒരു പള്ളിയിലെ അച്ഛനാണ് അടുത്തായിട്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ഹീറോ ആവാൻ ഡയലോഗ് പറയാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഡയലോഗ് പറയുകയാണ്. കാത്തോളണം അമ്മേ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം നൽകിയവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിലങ്ക തളർച്ചയുടെ മയങ്ങിടുന്ന വീരൻ്റെ വയറ്റിൽ കുത്തുവിളക്കിൻ്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. മടങ്ങിപ്പോകിൻ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചതിയും ചന്തുവിനെ തോൽപ്പിക്കാൻ ും സാധ്യമല്ല. എനിക്ക് മകനാണല്ലോ കുരിശിൽ കിടന്ന് മരിച്ചത്. എല്ലാവർക്കും ആനന്ദിക്കാം. ഓക്കെ, കേട്ടു. നിങ്ങൾ പുറത്തു പോയിരിക്കൂ. ഇന്നത്തെ ഓഡീഷൻ ഇവിടെ അവസാനിച്ചു. ഫലപ്രഖ്യാപനം നാളെ നടത്തുന്നതായിരിക്കും. 4ാമത് പറഞ്ഞ ആ പയ്യനെ വിളിക്കൂ. മിസ്റ്റർ മമ്മൂട്ടിയെ വിളിക്കൂ. എനിക്കൊരു ഡയലോഗ് പറയാനുണ്ട്. ആ മിസ്റ്റർ ജയന് എന്ത് ആണ് പറയാനുള്ളത്? ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം നൽകിയവൻ